പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓരോരുത്തരായിട്ട് തുടങ്ങിക്കോളൂ. നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു പോന്നോളൂ. ഫാസ്റ്റ് ആയിട്ട് വരൂ. പെട്ടെന്ന് ആയിക്കോട്ടെ. ഞാൻ സുരേഷ് കുമാറാണ് സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോ കഴിഞ്ഞ 2 ദിവസം ഇവിടെ വീക്കെൻഡിൽ ഞാൻ ശനി ഞായറും ട്രാവലിങ്ങിലായിരുന്നു. അപ്പൊ ഞാനൊന്നും ട്രേഡൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചു വെച്ചിരുന്ന കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു 166 വാങ്ങിച്ച ബൈ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അത് ഡിപ്പായ ശേഷം ഞാൻ അതിന് ശേഷം പിന്നെ 2 പ്രാവശ്യം കൂടി ആവറേജ് ചെയ്തിട്ട് ഇന്നലെ അത് പിന്നെ ക്ലോസ് ചെയ്യാൻ പറ്റി. ചെറിയൊരു പ്രോഫിറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ അതിനുശേഷം ഇന്ന് കാലത്താണ് അത് മാർക്കറ്റ് ഹൈ ആയത്. പിന്നെ ഞാനന്ന് പിന്നെ രാത്രി ആയതുകൊണ്ട് ഞാൻ ഇതിനൊന്നും ട്രേഡൊന്നും ചെയ്തില്ലായിരുന്നു. ഇന്ന് കാലത്ത് നോക്കിയപ്പോഴാണ് ഹൈ ആയിരുന്നു. അതിനുശേഷം ഞാൻ 1-2 ബൈ നടത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം താഴത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ സെല്ല് ഇതുവരെയും ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്ത ആള് പറയൂ. നെക്സ്റ്റ് ആരാണ് അടുത്ത് പറയുന്നത്? ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഞാൻ രാജ്മോഹൻ. ഗുഡ് മോർണിംഗ്. നല്ല ദിവസമായിരുന്നു. നമ്മൾ 2 ദിവസം കിടന്നൊക്കെ കൊടുക്കാൻ പറ്റി. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇവിടുന്നാണ് സാർ തുടങ്ങുന്നത്. 14-ാം തീയതി 163 ആദ്യത്തെ ഒരു സെല്ല് ചെയ്തു. രണ്ടാമത് 163 ഇതിന്റെ ഭാഗമാണ്. പിന്നെയും 163 വാങ്ങിച്ചു. 33, 65 വാങ്ങിച്ചു. 67 വാങ്ങിച്ചു. 67 കൊടുത്തു. പിന്നെ 67-35 വാങ്ങിച്ചു. 166 മേടിച്ചു. 168 കൊടുത്തു. $168 23 വാങ്ങി. 166 വാങ്ങി. 163 വാങ്ങി. അങ്ങനെ കിടക്കുകയാണ്. ബൈ ഓർഡറും ഒരു സെൽ ഓർഡറും കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഏകദേശം ഒരു $20 ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഏകദേശം. ഓക്കെ, ക്ലോസ് ചെയ്തു. ഓക്കെ, അടുത്ത ആള് പറയൂ. അടുത്ത ആള് നെക്സ്റ്റ്. അടുത്താരാ ഷെയർ ചെയ്യുന്നത്? അടുത്താരാ പറയുന്നത്? പെട്ടെന്ന് പറഞ്ഞോളൂ, സമയം.
ടൈം അധികം എടുക്കരുത്, പെട്ടെന്ന് പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. ഇന്നലെ 167.68 ഒരു പർച്ചേസ് 2 ഓണസ് പർച്ചേസ് ചെയ്തോളൂ. പിന്നെ അങ്ങോട്ട് ഒരു വലിയ വ്യത്യാസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, തിരക്കിലായി. അത് താഴത്തേക്ക് പോകുന്നില്ല, അത് കുറെ നേരം സ്റ്റാഗ്നേഷനായിട്ട് നിൽക്കുമായിരുന്നു. ഓക്കെ, അടുത്ത ആള് പറയൂ. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. സ്ക്രീൻ ഷെയർ ആവും. സ്ക്രീൻ ഷെയർ ആവാൻ പറ്റും. ഷെയർ ചെയ്യാൻ താഴെ ഷെയർ ബട്ടൺ കണ്ടോ? ഷെയർ ബട്ടൺ ഞെക്കുക. അതെടുത്തു. സ്ക്രീൻ സ്റ്റാർട്ട് ആവും. ഷെയർ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഓപ്ഷൻസ് കാണും. അതിൽ സ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവം കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ സ്റ്റാർട്ട് നൗ എന്ന് കാണും. അതിൽ പ്രസ് ചെയ്യും സ്റ്റാർട്ട് നൗ. അപ്പൊ എന്താ കാണുന്നേ? ബിറ്റ്ഗേറ്റ് ബോട്ടിം ബിറ്റ്ഗേറ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ഏറ്റവും താഴെ സൂം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. അപ്പൊ അത് എന്താ പെർമിഷൻ അലൗഡ് എന്ന് പറഞ്ഞ വല്ലതും കാണുന്നുണ്ടോ? ഒരു ബട്ടൺ കാണുന്നുണ്ടോ? അതൊന്ന് ഓൺ ചെയ്യും. സൂം ഓൺ ആവുന്നില്ല. സൂമിൽ തൊട്ടിട്ട് ഓൺ ആവുന്നില്ല. അപ്പൊ അതിന്റെ വന്നല്ലോ. ഇനി ബിറ്റ്ഗേറ്റ് എടുത്തേ. ബിറ്റ്ഗേറ്റ് ഓപ്പൺ ചെയ്താൽ മതി. എടുത്തത് സ്ക്രോൾ ചെയ്ത് വെക്കോളൂ. മിനിമൈസ് ചെയ്തിട്ട് സെന്ററിൽ റൗണ്ടിൽ പ്രസ് ചെയ്യൂ. അപ്പൊ സ്ക്രീൻ മാറി വരും. അപ്പൊ ബിറ്റ്ഗേറ്റ് ഓപ്പൺ ചെയ്താൽ ഫോണിന്റെ ഏറ്റവും താഴെ സെന്ററിൽ പ്രസ് ചെയ്യൂ. മിനിമൈസ് ചെയ്യാം. സെന്ററിൽ റൗണ്ട് ഒരു സ്ക്വയർ ഒരു ആരോ ഒക്കെ കണ്ടോ ലെഫ്റ്റിലൊക്കെ? അല്ല, സെന്ററിലെ റൗണ്ടിൽ പ്രസ് ചെയ്യൂ. അപ്പൊ നമ്മുടെ ഡിസ്പ്ലേ വരും, ടോട്ടൽ ഡിസ്പ്ലേ വരും. താഴത്തെ ഹലോ കേൾക്കുന്നുണ്ടോ? താഴത്തെ ഒരു റൗണ്ട് കിടക്കുന്നുണ്ടോ? ഒരു സ്ക്വയർ, ഒരു റൗണ്ട്, ഒരു ആരോ. നടുക്കത്തതിൽ പ്രസ് ചെയ്യൂ. സീറോയില് റൗണ്ടില് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആപ്പുകളുടെ ഡീറ്റെയിൽസ് വരുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല. അതിൽ ബിറ്റ്ഗേറ്റ് എടുക്കൂ. ട്രേഡ് ഡീറ്റെയിൽസ് എടുത്തു. അങ്ങനെ സാർ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. ഇവിടെ കാണുന്നില്ല. ഞാനും കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇതൊന്ന് വേറെ സ്ക്രീൻ ഷെയർ ചെയ്തോണ്ടിരിക്കുക നന്ദകുമാർ സാറിന്റെ. അങ്ങനെയുണ്ട്. വേറെ സ്ക്രീൻ അതിനിടയിൽ ആയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. ഓക്കെ. എന്നാ പിന്നീട് നമുക്ക് നോക്കാം. നന്ദകുമാർ സാർ ഷെയർ ചെയ്യുന്നുണ്ടോ? അതോ ഷെയറിങ് ആരുടെ? ബിറ്റ്ഗേറ്റ് ക്ലിക്ക് ചെയ്യൂ. നന്ദകുമാർ തന്നെയാണത്. എന്നാ ബിറ്റ്ഗേറ്റ് ക്ലിക്ക് ചെയ്യൂ. ബിറ്റ്ഗേറ്റ് വാട്സാപ്പ് എല്ലാം എടുക്കണ്ട, ബിറ്റ്ഗേറ്റ് നോക്കൂ. ക്ലോസ് ചെയ്യാൻ നോക്കണായിരിക്കും ചിലപ്പോൾ. മ്യൂട്ട് ആവുകയും ചെയ്യുന്നു. അതെ ഞാൻ ക്യാൻസൽ ചെയ്യാം.
ഒന്നുകിൽ വാട്സാപ്പിലെ നമ്മൾ ജോയിൻ ചെയ്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യൂ. അന്നേരം താഴെ റെഡ് ബട്ടൺ വരും. വാട്സാപ്പ് എടുക്കും പെട്ടെന്ന്. ഞാൻ ഓഫ് ചെയ്യാം. ഞാൻ ലീവ് ചെയ്യാം. മുകളിലേക്ക് ഡിലീറ്റ് അയക്കാൻ മതി, പൊയ്ക്കോളൂ. ഓക്കെ. ഓക്കെ, അടുത്തതാരാണ് ഷെയർ ചെയ്യുന്നത്? അല്ല, അനിത മാഡം എടുത്തില്ലല്ലോ. അനിതമാരുടെ പോയോ? ഷെയർ ചെയ്യുന്നുണ്ടോ? ഒന്നുകൂടെ ചെയ്തോളൂ മാഡം. അനിതമാരുടെ ഷെയർ ചെയ്യുന്നുണ്ടോ? ഷെയർ ചെയ്തോളൂ. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. ഓക്കെ. ഇന്നലെ ബൈ ചെയ്ത് സെല് ചെയ്തൊക്കെ പറയാമോ? ഇന്നലെ ബൈ ചെയ്തായിരുന്നു. ആ. അതെല്ലാം സെല്ലൗട്ടായി. ഇന്നിപ്പം 162 ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇന്നലെ ഏത് പ്രൈസിനാ വിറ്റത്? സെല് ചെയ്ത പ്രൈസ് എത്രയായിരുന്നു? 166. ആ, ശരി. ഓക്കെ. ഓക്കെ, അടുത്ത നെക്സ്റ്റ്. അടുത്ത ആരാണ് പറയുന്നത്? ആരാണ് ഷെയർ ചെയ്യുന്നത്? പെട്ടെന്ന് ചെയ്തോളൂ. നെക്സ്റ്റ് ആരാണ് അടുത്ത് പറയുന്നത്? ഞാൻ നേരത്തെ ആവറേജ് 163.48 ആവറേജ് വില. അത് ഇന്നലെ രാവിലെ 166.85 ക്ലോസ് ചെയ്തു. $480 വാങ്ങിയിരുന്നത്. $10 ആയി. പിന്നെ 167.50 $50 വാങ്ങിച്ചു. $50 വാങ്ങിച്ചു. പിന്നെ 164.10 $100 വാങ്ങിച്ചു. പിന്നെ 159 ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. $320 ആയിട്ടില്ല. ഇപ്പൊ $210 വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ 3% ആവറേജ് ചെയ്യാൻ വേണ്ടി 159 ഓർഡർ. നല്ല എത്ര ഉണ്ടായിരുന്നു പ്രോഫിറ്റ്? കേട്ടില്ലേ? ഇന്നലെ എത്ര ഉണ്ടായിരുന്നു പ്രോഫിറ്റ്? $10. ഓക്കെ. പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്രൂപ്പിലേക്ക് ഇടണം കേട്ടോ എല്ലാവരും. ഓക്കെ. അടുത്ത് ഇനി ആരാണ്? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഷെയർ ചെയ്യട്ടെ? ഷെയർ ചെയ്തോളൂ. കാണുന്നില്ലല്ലോ സ്ക്രീൻ. ഇന്നലെ 161.18 മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നത് 163.27 മുന്നേ വാങ്ങിയിരുന്നു. 161.18 വാങ്ങി വീണ്ടും. അത് എല്ലാം കൂടിയിട്ട് 164.3 സെല് ചെയ്തു ഇന്നലെ രാവിലെ.
പിന്നെ ഓക്കെ. ഫസ്റ്റ് ടൈമിൽ ഒരു 172 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആവറേജ് ചെയ്യാനായിട്ട് ഒരു 169 സെൽ ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോയില്ല, 168.6 വരെ വന്നിട്ട് താഴത്തേക്ക് പോയി. ഞാനപ്പോ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ താഴത്ത് ഇറങ്ങിയപ്പോ വീണ്ടും 163.4 161.7 ഇന്ന് രാവിലെ വീണ്ടും ബൈ ചെയ്തിട്ടുണ്ട്. ചെറിയ എമൗണ്ടിനാണ് ബൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് മുകളിലുള്ളത് ആവറേജ് ചെയ്തിട്ട് 166 ഒക്കെ ആവുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവറേജ് ചെയ്യാനായിട്ട് വാങ്ങിയിട്ടിട്ടുണ്ട്. ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ ഇന്നലെ. ഓക്കെ. ഓക്കെ ഓക്കെ. അടുത്തതാരാണ്? അടുത്തതാരാണ് ഷെയർ ചെയ്യുന്നത്? ആരെങ്കിലും പറയുന്നുണ്ടോ? ഇന്നലത്തെ ട്രേഡ് എക്സ്പീരിയൻസ് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇനി ഇന്നലത്തെ ട്രേഡ് എക്സ്പീരിയൻസ് ഇനി ആരെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോളൂ. ഇല്ലെന്ന് തോന്നുന്നു. സാറേ കണ്ടിന്യൂ ചെയ്തോളൂ സാറേ. ഓക്കെ. ഓക്കെ. നമ്മളുടെ ഇന്നലത്തെ ചാർട്ടാണ് കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം എല്ലാ ദിവസവും പോലെ മാർക്കറ്റ് വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടായ ഒരു ദിവസമാണ് ഇന്നലെ. മാർക്കറ്റ് നല്ല താഴത്തേക്ക് വന്നു. നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ആളുകളുടെ അടുത്തെല്ലാം മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ ആവറേജ് ചെയ്യണം, മാർക്കറ്റ് മുകളിലേക്ക് കയറുമ്പോൾ വിറ്റ് പോകണം എന്നൊക്കെയാണ് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത്. ഇന്നലെ രാവിലെ നമ്മളുടെ ചാർട്ട് നമ്മുടെ പ്രോഗ്രാം നടത്തുന്ന സമയത്തെ ഒരു ചാർട്ടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നമുക്കറിയാം, നമുക്ക് 161.5 തുടങ്ങിയത് 168, ഏകദേശം ഒരു $7 പ്രോഫിറ്റിലേക്ക് 2-3 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും മിനിയാന്നൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ആവറേജ് ചെയ്തിട്ട് സെല് ചെയ്യാനായിട്ടുള്ള നല്ലൊരു അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 168 മാർക്കറ്റ് വന്നു. അത് പ്രോഫിറ്റ് ആക്കി സെല് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെപ്പോഴും പറയുന്നുണ്ട്, നമ്മളൊരു 10 മിനിറ്റ് അരമണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അടുത്ത നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിറ്റതിനെക്കാട്ടിയും കൂടിയ പ്രൈസിൽ മാർക്കറ്റ് ബുള്ളായിട്ട് നിൽക്കുന്ന സമയത്ത് മേടിക്കുന്നത് അത്ര നല്ല രീതികളല്ല. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് കയറി നിൽക്കുന്ന സമയത്ത് നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല ഇപ്പൊ നമുക്കറിയാം ഇന്നലെ 168 എന്ന് പറയുന്ന ആ സമയം 168.63 വന്ന സമയത്ത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. അത് തന്നെ ആ മാർക്കറ്റ് തന്നെ അത് ക്ലോസ് ചെയ്ത സമയം അല്ലെ, ക്ലോസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 166 ക്ലോസ് ചെയ്തത്. 168 വന്ന സാധനം ക്ലോസ് ചെയ്ത സമയത്ത് 160, പക്ഷെ അതിന്റെ ലോവസ്റ്റ് 165 ആയിരുന്നു. അങ്ങനെ അത്ര വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് 165, 168 $3 വ്യത്യാസം ആ മണിക്കൂറിൽ തന്നെ വന്നിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്ത സമയം 166 ആയിരുന്നു. അതിന്റെ ഹയസ്റ്റ് 168 ആയിരുന്നു. അതിന്റെ ഏറ്റവും ലോവസ്റ്റ് 165 ആയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ആ മണിക്കൂറിൽ തന്നെ. അപ്പൊ നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 168 വിറ്റ ഒരാളെ സംബന്ധിച്ച് $2 അല്ലെങ്കിൽ വേണ്ട ഒരു 0.5% താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ പിന്നെ അടുത്ത ബൈ നടത്തേണ്ടത് എന്നർത്ഥം. ഓക്കെ. നമ്മൾ അത് നടത്താത്ത അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിറ്റതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന അടുത്ത മണിക്കൂറിലേക്ക് വരും. അടുത്ത മണിക്കൂർ ക്ലോസ് ചെയ്തത് വീണ്ടും ഒരുപാട് താഴത്തേക്ക് 165 ക്ലോസ് ചെയ്തത്. ഓക്കെ. ആ 165 മേടിച്ചിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പിറ്റേ 12:30 മണി പിറ്റേ അടുത്ത മണിക്കൂറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും 168 വന്നിട്ട്. അപ്പൊ നിങ്ങൾക്ക് 168 ഇട്ടിട്ട് അല്ലെങ്കിൽ 167.9 67.8 ഒക്കെ നിങ്ങൾക്ക് അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഓരോ മണിക്കൂറുകളിലും നല്ല വ്യത്യാസം നടക്കുന്നുണ്ട്. നിങ്ങളൊരു $150 ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് $1 പ്രോഫിറ്റ് കിട്ടി, ഏകദേശം ഒരു 3/4% പ്രോഫിറ്റ് കിട്ടിയെന്നർത്ഥം. $2 വ്യത്യാസം വന്ന് നമുക്ക് നേരത്തെ അതിന്റെ തൊട്ട് മുമ്പിലത്തെ ഞാൻ പറഞ്ഞത്, നമുക്കറിയാം ആ മണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് ഒരു 2% 3% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും. നമ്മൾ മേടിക്കുന്നത് 10% മേടിച്ചാൽ നമ്മൾ കൂടുതലൊന്നും വാങ്ങിക്കേണ്ട. അങ്ങനെ നമ്മൾ ഓരോ മണിക്കൂറുകളിലും ഇത് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ്. അതിനുശേഷം നമുക്കറിയാം മാർക്കറ്റ് വീണ്ടും പല ഘട്ടങ്ങളായിട്ട് കയറി വീണ്ടും
പ്രൈസിലേക്ക് തന്നെ 168.6 വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്നലത്തെ നമ്മുടെ ടാർഗറ്റും നമ്മുടെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലൊക്കെ നോക്കുക. നമ്മൾ തിരക്ക് പിടിച്ച് വീണ്ടും വീണ്ടും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് മേടിക്കാൻ അവസരം കിട്ടും. നമ്മളുടെ ചാർട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ചാർട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം ഇന്നലത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് സൊളാനോയുടെ 162, 160, 167 അപ്പൊ നമുക്ക് മാർക്കറ്റ് മുകളിൽ പോയി നിൽക്കുന്ന മാർക്കറ്റ് താഴത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ട്രെൻഡ്. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് ലെവൽ ആണെങ്കിൽ 167, 171 ഇട്ടിട്ടുണ്ട്. നമുക്ക് അതും ഫോക്കസ് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 167 കഴിഞ്ഞാൽ 171 പോകും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവാം. എന്തായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ വൺസ് നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ 1, 2 റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് വരും എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴത്താണ് നിൽക്കുന്നതെങ്കിൽ അത് മുകളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ഈ സംഭവം നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 159, 155, 150 ഇന്നലെ ആ ലെവലിലേക്കൊന്നും താഴത്തേക്ക് വന്നിട്ടില്ല. ഇന്ന് കാലത്താണ് വീണ്ടും 159 വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൈസ് നോക്കിക്കൊണ്ടിട്ടായിരിക്കണം നമ്മളുടെ എപ്പോഴും നമ്മൾ നിങ്ങൾ തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക്. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ മാറ്റിക്കൊണ്ടിട്ട് ചെയ്യാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കറിയാം 160, 159 റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ മണിക്കൂറുകളും നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്തുകൊണ്ടിട്ട് ട്രേഡ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. നമുക്കറിയാം നമ്മൾ ആവറേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് 168 മേടിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 160 ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 2 ബൈയെങ്കിലും അഡീഷണൽ നടത്താൻ പറ്റും. അതായത് 168 അല്ലെങ്കിൽ 167 മേടിച്ചിരിക്കുന്നത് 1 മണിക്കൂറൊക്കെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് 24 മണിക്കൂർ അവിടെ കിടക്കേണ്ട. ബാക്കി നമുക്ക് ആ സമയങ്ങളിലൊന്ന് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് കയറി പോകണമെങ്കിൽ പോട്ടെ, നമുക്ക് മുകളിൽ കയറുമ്പോൾ നമുക്ക് അവിടെ ഇട്ട് പിടിക്കാം, നമുക്ക് കുഴപ്പമില്ല. താഴത്തേക്ക് വരുന്ന സമയം വരും എന്നുള്ളതാണ്. എല്ലാ മണിക്കൂറുകളിലും നിങ്ങൾ ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്. ഇപ്പൊ നമുക്ക് പീക്കായിട്ട് കയറിയിരിക്കുന്ന ഒരു ബുള്ളിഷ് ചാർട്ടാണ്. അതിന്റെ ഒരു പ്രൈസ് നിങ്ങൾക്ക് നോക്കിയറിയാം. ഏറ്റവും ലോവസ്റ്റ് വന്നിരിക്കുന്നത് 165.65, ഹയസ്റ്റ് 168 വന്നിരിക്കുന്നത്. ക്ലോസ് ചെയ്ത് 167, ഓപ്പൺ ചെയ്ത് 165 അപ്പൊ ഇങ്ങനെ ഓരോ സമയങ്ങളിലും ഇത് 165, 167 എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ 168 എന്ന് പറയുന്നത് $2, $2.5 വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഒരു മിനിമം 1% എങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് അർത്ഥം. ആ മണിക്കൂറിൽ തന്നെയുള്ള കാര്യമാണ് പറയുന്നത്. അത് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ പോലും നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാകും. നമുക്കിത് ഈ ഒരു ക്യാൻഡിൽ അതും മുകളിലേക്കും താഴത്തേക്കും ഒക്കെ വന്നിട്ടുള്ളതാണ്. അത് നോക്കിയാൽ നിങ്ങൾ 163 വന്നു താഴത്ത്. അതിനുശേഷം 166.7 ഏറ്റവും ഹയസ്റ്റ് ആ മണിക്കൂറിൽ തന്നെ വന്നിട്ട്. അപ്പൊ ആ മണിക്കൂറുകളിലൊക്കെ അല്ലെ, ഒരു ഓൾമോസ്റ്റ് എല്ലാ മണിക്കൂറുകളിലും നമുക്ക് ഒരു $1 അല്ലെങ്കിൽ ഒരു 0.5% വ്യത്യാസം വരുന്നുണ്ടെന്ന് അർത്ഥം. അത് മാത്രം നമ്മൾ നോക്കിയാൽ പോലും നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാകും. ക്യാൻഡലിന്റെ പൊസിഷനൊക്കെ നിങ്ങൾക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. അത് ഡബിൾ ക്യാൻഡിൽസ് വരുമ്പോഴത്തേക്കും വരുന്ന താഴത്തേക്ക് വരാനുള്ള സാധ്യതകൾ, ബുള്ളിഷ് ആവാനുള്ള സാധ്യതകൾ, ഇതൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ രീതിയിലുള്ള ട്രേഡിംഗ് കൂടെ നിങ്ങൾക്ക് നടത്തി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നടത്തും. അപ്പൊ ഓരോ മണിക്കൂറുകളും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാം. എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്കും എല്ലാ ദിവസവും പറയാനുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് വേറെ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ച് ട്രേഡ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ, അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ മാർക്കറ്റ് താഴത്തേക്ക് ഇപ്പൊ ഒരു 168 വിറ്റു, 168.5 വീണ്ടും തിരിച്ച് വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല. എന്തിനാ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ പോരെ. ഇനി 167 വാങ്ങിച്ചു, ഓക്കെ, വീണ്ടും എന്ത് ചെയ്തു, 168 വിറ്റു, വീണ്ടും 167 വാങ്ങിച്ചു. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ 167 മേടിച്ചു, വീണ്ടും 166.9 മേടിക്കേണ്ട കാര്യമില്ല. $0.1 താഴത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തിനാ പോയി ആവറേജ് ചെയ്യാൻ നിൽക്കണേ, അല്ലെങ്കിൽ മിനിമം വീണ്ടും മേടിക്കണം. വീണ്ടും വന്നിട്ട് 166 വീണ്ടും ഡബിൾ ചെയ്ത് മേടിച്ചു. അതിനുശേഷം മാർക്കറ്റ് ഇറങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നോക്കിയിരിക്കേണ്ടി വരും ഇങ്ങനെ കുറെ നേരം. ഇനിയിപ്പോ ആ ലെവലിലേക്ക് എത്തും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ടേ. അതിന്റെ മുകളിലേക്ക് വന്നാലേ പ്രോഫിറ്റ് ആവും. അപ്പൊ ആ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പൊ നേരത്തെ ജിജോ ഒരു ബൈ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു 159 അപ്പൊ അത് കറക്റ്റ് ആണ്. ആ സമയത്ത് വന്നെങ്കിൽ മേടിച്ചാൽ മതി. നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. മാർക്കറ്റ് താഴത്തേക്കും പോകും മുകളിലേക്കും പോകും. നമ്മൾ ഒരു ദിവസം ഒരു ഏറ്റവും മുകളിൽ കുറച്ച് ട്രേഡ് ചെയ്തു, അതിന്റെ കുറച്ച് ലാഭം കിട്ടിയിട്ട് 5 ദിവസം ട്രേഡ് ചെയ്യാണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാ ദിവസവും 1% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അതല്ലേ ബെറ്റർ. അപ്പൊ ഒന്ന് മാർക്കറ്റ് താന്നോട്ടെന്ന് വിചാരിക്കുക, താഴത്തേക്ക്
നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോൾ വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ വാങ്ങിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഓപ്പൺ ചെയ്തു തരുന്നത്. അത് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ അടുത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. മാർക്കറ്റ് താഴത്തേക്ക് പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം ശരി. അപ്പോഴാണ് മാർക്കറ്റ് താഴത്തേക്കും വരുള്ളൂ. മാർക്കറ്റ് താഴത്തേക്ക് വന്നാലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റും ഉണ്ടാവും. ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്കാരെ സംബന്ധിച്ചും അവർക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ഉണ്ടാകും. ഇനി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. രാവിലെ വെറുതെ നിങ്ങൾ ഉറപ്പെഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ നോക്കിയിട്ട് കിട്ടുന്ന സമയങ്ങളൊക്കെ ട്രേഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വേറെ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേറെ പഠിക്കാനില്ല, നമ്മൾ പറയാനുമില്ല. നിങ്ങളെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ വേറെ ഈ കാൻഡിൽസിന്റെ പൊസിഷൻസും അത് എങ്ങനെ അതിന്റെ ട്രെൻഡ് എങ്ങനെ മാറുന്നു ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും. ഇതുവരെ പഠിക്കാത്തത് കൊണ്ടിട്ടാണ് നമ്മൾ അടുത്തിലേക്ക് നമ്മൾ പോകാത്ത. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു പോകാം. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്? സാർ ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇന്നലെ ബിക്കറ്റിന്റെ കോയിൻ വാങ്ങേണ്ടത് പറഞ്ഞല്ലോ. ഞാനത് ഇന്നലെ സാറ് പറഞ്ഞ പോലെ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. പക്ഷെ കോയിൻ എങ്ങനെയാ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. അല്ല, സാധാരണ നമ്മൾ സൊളാന മേടിച്ച പോലെ തന്നെ ബൈ ചെയ്യണം. അത് മാറ്റിയിടണം. ഇപ്പൊ ബൈ സൊളാനോലല്ലേ എടുക്കണത്? നമ്മള് മാർക്കറ്റ് എടുക്കുക. ഞാൻ കാണിച്ച ബാക്ക് പോവാം. മാർക്കറ്റ് സ്പോട്ട് എടുത്തിട്ട് മാർക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ BGB കിടക്കുന്നുണ്ട് 4.387. ഇത് ട്രേഡ് എടുക്കുക, ബൈ ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? നമുക്ക് BGB വേണമെങ്കിൽ അല്ലെങ്കിൽ USDT ആണ് ചെയ്യണമെങ്കിൽ ഒരു $5 ബൈ കൊടുത്താൽ ബൈ ആയി, മാർക്കറ്റ് പ്രൈസിൽ ബൈ ആയി, അത്രേ ഉള്ളൂ. അത് ഏത് കോയിൻ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ബൈ ചെയ്യണത്. നമ്മൾ മാർക്കറ്റ് എടുക്കുക, കോയിൻ സെലക്ട് ചെയ്ത് കോയിൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം, കോയിൻ എടുക്കുക, ട്രേഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമസ്കാരം മിത്രകുമാർ സർ. നമസ്കാരം. ബിറ്റ്ഗെറ്റിന്റെ, സോറി ടു ആസ്ക് യു, ബിറ്റ്ഗെറ്റിന്റെ കോയിൻ മേടിക്കുന്നതിനെ കുറിച്ച് സാറ് പറഞ്ഞു കാണും. ഞാൻ തിരക്കായിരുന്നതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. സാറേ, എന്താണത് ഇപ്പം നല്ല മേടിക്കാനുള്ള നല്ലൊരു അവസരമാണെന്ന് പറയാൻ കാരണം ഒന്ന് പറയാമോ, ഇഫ് യു ഡോണ്ട് മൈൻഡ്? അല്ല, BGB നമ്മൾ മേടിക്കുന്നത്, BGB ഓഫ് കോഴ്സ് നമ്മുടെ ബിറ്റ്ഗെറ്റിന്റെ ഓൺ കോയിൻ ആണ്. നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ബിനാൻസിന്റെ കോയിനാണ് BNB എന്ന് പറയുന്ന പോലെ. അതിന് നമുക്കൊരു $0.1 തൊട്ട് തുടങ്ങിയ സാധനത്തിന് ഇപ്പൊ ഏകദേശം $300. ഇപ്പൊ ഞാൻ നോക്കാം. സോറി, $686 വന്നിരിക്കുന്ന സാധനമാണ്. $0.1 നിന്ന് തുടങ്ങി വന്നിരിക്കുന്ന സാധനമാണ് 686. അത് അവരുടെ ഓൺ കോയിൻ ആണ്, ബിനാൻസ് എക്സ്ചേഞ്ചിന്റെ ഓൺ കോയിൻ ആണ്. അതിന്റെ യൂട്ടിലിറ്റി ഉണ്ട്. സ്വാഭാവികമായിട്ടും യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യകത കൂടുതലാണ്. കാര്യം നമുക്ക് ബിനാൻസിൽ തന്നെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മാക്സിമം ഉപയോഗിക്കുന്നത് BNB കോയിൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് ട്രാൻസാക്ഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് BNB നെറ്റ്വർക്ക് ആണ്, BEP20 നെറ്റ്വർക്ക്. അപ്പൊ അതിനെല്ലാത്തിനും ഈ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ നിന്നൊക്കെ നമ്മൾ ഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് BNB അതിലേക്ക് മിനിമം ആഡ് ചെയ്തെങ്കിലാണ് നമുക്കത് വിഡ്രോ ചെയ്യാൻ പോലും പറ്റുള്ളൂ. അതിന് വേറെ ഓപ്ഷൻ ഇല്ല. USDT മാത്രം കട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഒന്നുമില്ല. BNB തന്നെ വേണം, BNB നെറ്റ്വർക്ക് എടുത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. അതേപോലെ ഓരോ വാലറ്റുകളിലും ഓരോ വാലറ്റിലും നമ്മൾ ട്രേഡ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് വിഡ്രോവലോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോളിഗണ്ണിന്റെ ആയിട്ട് നമ്മൾ വിഡ്രോ ചെയ്യണമെങ്കിൽ പോളിഗണ്ണിന്റെ കോയിൻ വേണം, മാറ്റിക് കോയിൻ വേണം, അങ്ങനെ ഓരോന്നിനും വേണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എക്സ്ചേഞ്ചിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി, ഇപ്പൊ നമ്മൾ ട്രേഡിംഗ് നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് അത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ വാങ്ങിക്കാൻ പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയല്ല. പക്ഷെ നിങ്ങൾക്ക് സൂക്ഷിച്ചും വെക്കാം. കാര്യം ഇതിന്റെ വില വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമുക്ക് 4.388 ആണ് ഇതിന്റെ പ്രൈസ്. ഇപ്പോഴത്തെ
ടോട്ടൽ വന്നിരിക്കുന്ന ഡിവിന്റെ ഭാഗമായിട്ട് അതും താഴത്തേക്ക് വന്നിട്ടുണ്ടെന്ന് മാത്രം. ഇന്നലെയൊക്കെ നല്ല 4.5 വന്നതാണ്. അപ്പൊ ഇതിന്റെ യൂട്ടിലിറ്റി കൂടുതലുള്ളത് കൊണ്ടിട്ട് ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് നാളെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളൊരു $100 മേടിച്ച് വെക്കുന്ന ഒരാളാണെങ്കിൽ അടുത്ത ദിവസം ചിലപ്പോൾ 2 കൊല്ലമൊക്കെ കൊണ്ടിട്ട് അതൊരു $1000 പോകും. ഈ $4.3 എന്ന് പറയുന്നത് ഒരു $40, $50 ഇതിന്റെ പ്രൈസ് വേരിയേഷൻ വരാം. അപ്പൊ അത്രയും സാധ്യതയുള്ള ഒരു കോയിനാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് മേടിച്ച് വെക്കുന്നത് നല്ലതാണ് നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ. ഒപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഹലോ ഒരു $100 മേടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? മേടിച്ച് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ വലിയ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഇതിന്. ഓക്കെ, താങ്ക് യു. ഒപ്പം തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, സാർ അതിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ട് വേറെ എന്തെങ്കിലും സാർ, സോറി. നമ്മൾ പറയണതാണ്, നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് നമ്മൾ പരമാവധി ഫോക്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. BGB എന്ന് പറയുന്ന കോയിൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ, ഡെയിലി ട്രേഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരു 1 ലക്ഷം രൂപയുടെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു $1 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇന്ത്യൻ മണിയുടെ ഒരു ബൈ നിങ്ങൾ നടത്തുന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും 100 രൂപ നിങ്ങൾക്ക് ഫ്യൂൽ ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും നോർമൽ കേസിൽ. അപ്പൊ അതിന് പകരം BGB ആണെന്ന് നിങ്ങളുടെ ഫ്യൂൽ ഫീ ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് 80 രൂപ കൊടുത്താൽ മതി. 20 രൂപയുടെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നുണ്ട് ഒറ്റ ട്രേഡിൽ തന്നെ. അതിന് 10 പ്രാവശ്യം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 രൂപയുടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ, ആ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ BGB ഉപയോഗിക്കുന്നത്. കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഫ്യൂൽ ഫീയിൽ കുറച്ച് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഇന്നലെ പറഞ്ഞത്. അപ്പൊ അത് ചെയ്യേണ്ട കാര്യങ്ങളും ഇന്നലെ പറഞ്ഞു കൊടുത്തിരുന്നു. BGB മേടിക്കേണ്ടത് ഇപ്പൊ ചില ആൾക്കാർക്ക് മനസ്സിലാവാത്ത ആൾക്കാർക്ക്, നമ്മൾ ഏത് കോയിനും നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ ബൈ ചെയ്യാം, സെല്ല് ചെയ്യാം. ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോയിൻ നമുക്ക് ബൈയും സെല്ലും കൊടുക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് ഏത് കോയിനാണെങ്കിലും, ഇപ്പൊ നമ്മൾ അത് തന്നെ വേണമെന്നല്ല ഞാൻ പറഞ്ഞു. ഏത് കോയിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ബൈയും സെല്ലും കൊടുത്ത് വാങ്ങിക്കും. ഇപ്പൊ BTC ആണെങ്കിൽ BTC ബൈ ചെയ്യാം, മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ ആവറേജ് ചെയ്യുക, കൂടുതൽ വാങ്ങിക്കുക, മാർക്കറ്റ് ഓടുമ്പോൾ വിൽക്കുക. അത് ട്രേഡിങ്. ഓക്കെ, ഇതാണ് അപ്പൊ BGB കോയിനാ മേടിക്കേണ്ടത് അല്ലേ? BNB നെറ്റ്വർക്ക് ആണ്, BGB കോയിൻ ആണ് അല്ലേ സാറേ? അല്ല, നമ്മള് ഇതിൽ നമുക്ക് BGB മേടിക്കുന്നത് നമ്മുടെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതും കോയിനാണ്, BGBയും കോയിൻ തന്നെയാണ്. ഓക്കെ, BNB എന്ന് പറയുന്നത് നമുക്ക് അതും ആവശ്യമുണ്ട്. നമ്മൾ ട്രസ്റ്റ് വാലറ്റ് പോലുള്ള സാധനങ്ങളിലൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണമെങ്കിൽ അതിന് BNBയും ആവശ്യമുണ്ട്. BNB നമ്മൾ പക്ഷെ നമുക്ക് റെഗുലർ ആയിട്ട് ആവശ്യം വരുന്നില്ല. നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് വാലറ്റുകൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്ചേഞ്ചുകളാണ്. എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുമ്പോൾ ആ എക്സ്ചേഞ്ചുകൾ ഏത് നിങ്ങൾ ഇപ്പൊ ബിനാൻസിലാണ് ട്രേഡ് ചെയ്യുന്നതുണ്ടെങ്കിൽ, ഏതാണ് ബിനാൻസിന്റെ എക്സ്ചേഞ്ച്, ഇതിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് BNB മേടിച്ച് വെക്കാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഫ്യൂൽ ഫീ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ 40% ഡിസ്കൗണ്ട് BNB ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇത് ബിനാൻസിന്റെ എക്സ്ചേഞ്ച് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ BGB മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇന്നലെ സാറ് പറഞ്ഞിരുന്നല്ലോ ഈ ഇതിന്റെ ഈ കോയിന്റെ ഹോമിൽ പോയി എടുത്ത് അങ്ങനെ ഒരു കാര്യം. അതൊന്നുകൂടി സാർ ഒന്ന് വിശദീകരിക്കാൻ പറ്റും? ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഇത് നമ്മൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നോർമലി നമ്മൾ BGB ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കൺവെർട്ട് ആയിട്ടുണ്ടാവും. ഇനിയിപ്പോ കൺവെർട്ട് ആയിട്ടില്ലെങ്കിൽ ഇത് മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. ഇതിൽ ഏറ്റവും താഴെ ഇത് നമുക്ക് അതേഴ്സ് എന്ന് പറഞ്ഞൊരു കുറെ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാത്തിനും കുറെ കാര്യങ്ങളുണ്ട്. കുറെ ഇതിൽ എക്സ്ചേഞ്ചിൽ ചെയ്യാൻ പറ്റാവുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ഏറ്റവും താഴെ അതേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ഏറ്റവും താഴെ ഫീ ഷെഡ്യൂൾ ഉണ്ട്. ഫീ ഷെഡ്യൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, നമ്മളുടെ ഓപ്പൺ ആയിക്കോട്ടെ.
ഇതാണ് നമ്മൾ കാണുന്ന ട്രാൻസാക്ഷൻ ഫീ റേറ്റ്, മാർജിൻ ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മുടെ ഫീയുടെ ഷെഡ്യൂളാണ് കാണുന്നത്. നമ്മളുടെ റേറ്റുകൾ ഇപ്പൊ നമ്മൾ BGB ഡിസ്കൗണ്ട് 20% പറഞ്ഞ് കാണുന്നുണ്ട്. അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ സാധനങ്ങളും പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. മേക്കറും ടേക്കറും 0.1% ആണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അത് ഓപ്പൺ, അത് നമ്മൾ ബട്ടൺ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരെ മാറിയിട്ട് സക്സസ്ഫുൾ ആയിട്ട് മാറി 0.08% ആയിട്ട് മാറും. ഇതാണ് അതിന്റെ വ്യത്യാസം. ശരി സാർ. ഓക്കെ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി സാർ. അപ്പൊ നമ്മൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഒരു $5-10 എന്തെങ്കിലും BGB വാങ്ങിച്ചിട്ടേക്കണം. കുറെ ദിവസം കഴിയുമ്പോഴത്തേക്കും BGB നിങ്ങൾ നോക്കുമ്പോൾ $10 ഞാൻ മേടിച്ചു, അത് $5 ആയി എന്ന് വിചാരിച്ച് വേഗലപ്പെടരുത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഫ്യൂൽ ഫീ ആയിട്ട് ഡിഡക്റ്റ് ആയി പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ്. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്ക് യു സർ. സഫ്വാൻ ഇന്നലെ ട്രേഡ് ചെയ്തില്ലേ? ലേറ്റ് ആയെന്ന് തോന്നുന്നു ജോയിൻ ചെയ്യാൻ. സഫ്വാൻ ട്രേഡ് ചെയ്തില്ലേ? ചെയ്തിട്ടുണ്ട്. എത്ര പ്രോഫിറ്റ് ഉണ്ട്? ഷെയർ ചെയ്യാം. ഇന്നലെ ലാസ്റ്റ് 2 വാങ്ങിയിട്ടുണ്ട്. 168 100, 164 200 വാങ്ങിയിട്ടുണ്ട്. $167 300 സെല് ചെയ്തിട്ടുണ്ട്. അത്ര തന്നെ. ഇപ്പൊ കയറിയതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ സമയങ്ങളിലൊക്കെ കയറിയിരുന്നിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം വൈകിട്ടുണ്ട്. അല്ല, നമ്മൾ ഈ 167 വിറ്റിട്ട് പിന്നെ 168 മേടിച്ചത് എന്തിനാ? അപ്പൊ 67 വിറ്റ് പിന്നെ മുകളിലോട്ട് പോണ കണ്ടപ്പോ വാങ്ങിയിട്ടതാ. മുകളിലേക്ക് പോയോ അതിനുശേഷം? ഇല്ല. ഈ 67 വിറ്റതിന്റെ ശേഷം കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് പിന്നെ അത് മുകളിലോട്ട് പോണ കണ്ടപ്പോ പിന്നെ ഒരു 100 വാങ്ങിയിട്ടെന്ന്. പിന്നെ അങ്ങോട്ട് കയറിയില്ല. എത്ര സമയം വെയിറ്റ് ചെയ്ത് നോക്കി മുകളിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്? അരമണിക്കൂർ വെയിറ്റ് ചെയ്തോ? അതേ അടുത്ത 10 സെക്കൻഡിൽ തന്നെ ചെയ്തോ? ഏകദേശം ഒരു 10-15 മിനിറ്റ്. നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് മാർക്കറ്റിലും നിങ്ങൾക്ക് വാങ്ങിക്കാം, വിൽക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മിനിമം ഒരു മണിക്കൂർ നോക്കുക. മാർക്കറ്റ് കയറി പോകണമെങ്കിൽ ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് കുഴപ്പമില്ല. മാർക്കറ്റ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങാം. നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 15 മിനിറ്റ് 20 മിനിറ്റ് മാർക്കറ്റ് താഴത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് പോയി എന്ന് വിചാരിക്കുക. ഇപ്പൊ ഇന്നലത്തെ ചാർട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ആ ഒരു മണിക്കൂറിൽ തന്നെ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഇപ്പൊ ഏറ്റവും 168 പോയ മാർക്കറ്റ് തന്നെ ക്ലോസ് ചെയ്തത് 165-ലാണ്. ആ മണിക്കൂറിൽ സംഭവിച്ച കാര്യമാണ്. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വിൽക്കുന്നത് അതിനെക്കാട്ടി കൂടിയ പ്രൈസിൽ മാർക്കറ്റ് ബുള്ളായിട്ട് നിൽക്കുമ്പോൾ പരമാവധി ബൈ ചെയ്യൽ ഒഴിവാക്കി നിർത്തുക. മാർക്കറ്റ് എപ്പോഴും ഒരു അടുത്തൊരു മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ ഒരു 2% ചിലപ്പോൾ 5% ഒക്കെ താഴത്തേക്ക് പോയ മണിക്കൂറുകളും ഉണ്ടാവും. അപ്പൊ അതിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത പോലെ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ നേരത്തെ പ്രോഗ്രാമിൽ കയറിയിരുന്നോ എന്ന് ചോദിച്ചത്. ഓക്കെ.
ശരി, ഓക്കെ. ഗണേഷ് സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, മറ്റാർക്കെല്ലാം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഉടനെ ചോദിച്ചോളൂ. എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കൂ. സംശയങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ധാരാളം പേര് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഓരോരുത്തർ ഒറ്റയ്ക്ക് വീടുകളിൽ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്നവരല്ല. നമ്മളിവിടെ വന്ന് ഓരോരുത്തരും നമ്മൾ ട്രേഡ് ചെയ്യുന്നു, മറ്റുള്ള ആൾക്കാരുടെ മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കുന്നു. ഇങ്ങനെ കലണ്ടർ മെത്തേഡിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഓരോ ദിവസവും സാധ്യതകൾ നന്നായിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ് കൂട്ടിയെടുത്തുകൊണ്ട് വരാൻ പറ്റും. ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ്. സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവല് ഇവിടെ തന്നിരിക്കുന്ന ചാർട്ട് പർച്ചേസ് ചെയ്യും. കാരണം ഒരു കാരണവശാലും 10% കൂടുതൽ പർച്ചേസ് ചെയ്യരുത്. അതോട് സപ്പോർട്ട് ലെവലിന്റെ അടുത്താണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യും. റേറ്റ് കുറയുമ്പോഴാണ് ഓപ്പർച്യൂണിറ്റി. മാർക്കറ്റ് താഴ്ന്നു പോയി എന്നും പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടുകയല്ല ചെയ്യേണ്ടത്. മാർക്കറ്റ് താഴ്ന്നതാണ് അവസരം. മാർക്കറ്റ് കയറിയാൽ നമുക്ക് പരിമിതികളുണ്ട്. മാർക്കറ്റ് താഴുമ്പോഴാണ് അവസരം കൂടുതൽ എന്നുള്ളവരെ എപ്പോഴും ഓർത്തിരിക്കുക. മാർക്കറ്റ് ഇപ്പൊ നമ്മൾ ആ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിന് 10% ആ കൂടി മേടിച്ചു എന്ന് വിചാരിക്കുക. അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ 10% സെല് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റേ കിട്ടുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ 160 നിൽക്കുന്നു. നമ്മൾ അന്നേരം 10% നമ്മൾ ടോട്ടൽ ഇട്ടിരിക്കുന്നതിന്റെ 10% വാങ്ങി എന്ന് വിചാരിക്കുക. മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ 163 164 പോയി എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഹാപ്പി ആവാറുണ്ട്. പക്ഷെ ആ 10% വാങ്ങിയതിന്റെ പ്രോഫിറ്റ് മാത്രമാണ് കിട്ടുന്നെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ നമ്മൾ ആവറേജ് ചെയ്ത് ഇരട്ടിച്ച് നമ്മൾ വാങ്ങുമ്പോൾ അതിനേക്കാൾ വലിയ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത താഴോട്ട് താഴുമ്പോഴാണ്. അപ്പൊ താഴോട്ട് താഴുന്നു എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റിയാണ്. താഴോട്ട് താഴുമ്പോൾ നമ്മുടെ ഇത് ഉണ്ടാവണം. അതുകൊണ്ടായിരിക്കണം പർച്ചേസ് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റും. കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ മതി. പർച്ചേസ് ഒരു ട്രേഡ് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ അടുത്ത് വാങ്ങിക്കൊള്ളണമെന്നില്ല. എപ്പോഴും പറയാറുണ്ട്, ഒന്ന് ബ്രീത്ത് ചെയ്തിട്ട് മതി. ഒട്ടനെ നമ്മൾ ചാടി വാങ്ങണമെന്നില്ല. ഒന്ന് പോസ് ചെയ്തിട്ട് എങ്ങോട്ടാണ് ട്രെൻഡ് എങ്ങോട്ടാണെന്ന് നോക്കിയതിന് ശേഷം നമ്മുടെ ഇതൊക്കെ ക്യാൻഡിലും ഒക്കെ നോക്കി നമ്മുടെ ഡേറ്റയൊക്കെ ഒന്ന് നോക്കി പയ്യെ അടുത്ത തീരുമാനം എടുത്താലും മതി. കുറച്ച് കെയർഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൂട്ടിയെടുക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ചെറിയ എമൗണ്ട് ഇട്ട് ചെയ്ത് ആ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബിൽഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ആ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ബിൽഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഡെയിലി 4-5% ഒക്കെ ഉണ്ടാക്കാം. 5% എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ ആയിട്ട് ചെയ്താൽ 5,000 രൂപ പെർ ഡേ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടില്ല. വേറെ ഏത് ബിസിനസ്സിലും അങ്ങനെ പറയാൻ പറ്റുന്നത്. പൈസ പോകുകയെന്ന് ഉറപ്പുണ്ട്. നമുക്ക് ഇച്ചിരി നമ്മൾ കുറച്ചുകൂടെ ഷാർപ്പായിട്ട് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 5% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 150% മറ്റും പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഒരിക്കലും അല്ല. നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ കൂടുതൽ ആൾക്കാരെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഇത് ഇൻഡിവിജ്വൽ പെർഫോമൻസിനാണെങ്കിൽ മറ്റേ ടീം പെർഫോമൻസിന് കിട്ടുന്നതാണ്. കമ്മ്യൂണിറ്റി ബിൽഡിങ്ങും പാരലലി ശക്തമായിട്ട് നമ്മൾ നോക്കണം. ഇതിനകത്ത് നമ്മൾ മാർക്കറ്റ് നോക്കിയൊക്കെ ഇരിക്കണം. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ മാർക്കറ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആരോട് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും പറയാം. അതും ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ സ്പ്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. എപ്പോഴും ബിസിനസ് നമ്മൾ കസ്റ്റമർ അക്വിസിഷൻ, കസ്റ്റമറെ കൂടുതൽ ഏത് ബിസിനസ്സിനകത്തും നമുക്ക് കൂടുതൽ കസ്റ്റമർ ബേസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം. ഇന്നലെ വൈകുന്നേരം മിക്കവാറും ആൾക്കാർ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നലെ നമ്മൾ ഫോളോ അപ്പുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകളൊക്കെ ചെയ്തിരുന്നു. അടുത്ത സ്പെഷ്യൽ ട്രെയിനിങ് മിസ്സാക്കാതിരിക്കുക. കാരണം നമ്മൾ സ്കില്ല് ഷാർപ്പൺ ചെയ്യുക. അവർ ജോയിൻ ചെയ്തില്ല, മറ്റവരോട് പറഞ്ഞു, അവര് വരാത്തത് അവരുടെ കുഴപ്പം കൊണ്ടാണെന്നോ ക്രിപ്റ്റോയുടെ കുഴപ്പം കൊണ്ടാണെന്നോ മാർക്കറ്റിന്റെ കുഴപ്പം കൊണ്ടാണെന്നൊക്കെ നമുക്ക് തോന്നും. നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കൂട്ടിയെടുത്തുകൊണ്ട് വരാൻ പറ്റും. 100% ആൾക്കാരെ ഒന്നും കൺവേർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷെ നമ്മളെ സ്കില്ല് ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൺവേർഷൻ റേഷ്യോ കൂട്ടും. അപ്പൊ അതിന് നമ്മൾ ട്രെയിനിങ്ങുകളൊന്നും മിസ്സാക്കാതിരിക്കുക, ഇമ്പോർട്ടൻറ്റ് ട്രെയിനിങ്ങുകൾ മിസ്സാക്കാതിരിക്കുക. അതുപോലെ ഒരു ഗോൾ സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്തും വർക്കൗട്ട് ആവുള്ളൂ. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക. ട്രേഡിനകത്താണെങ്കിലും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് എടുക്കും. ഒരു ദിവസം അല്ല ഒരു മാസം എത്ര രൂപയാണ് നമുക്ക് ട്രേഡിലൂടെ വേണ്ടെന്ന് ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുക. അതാണ് ശരിയായിട്ടൊരു പാറ്റേൺ. ഈ മാസം ഓക്കെ എനിക്ക് ട്രേഡിലൂടെ ഇത്ര രൂപ ഇൻകം വേണം. ഓക്കെ, അടുത്തത് നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗോൾ സെറ്റ് ചെയ്യുക. നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഒരു വളരെ അടുത്ത് തന്നെ നമ്മൾ നീഡി ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ
നമുക്ക് വലിയൊരു ഇതിലേക്ക് ഒരു സാമ്പത്തികമായിട്ട് വലിയ ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് അധികം ദൂരത്തിലല്ല. നീഡി ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് വരും. നമ്മൾ ഒരിക്കലും എല്ലാ സമയത്തും എല്ലാ ദിവസവും, കാരണം ഇത് നമുക്ക് പരിചയമുള്ള ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാലോ ഓട്ടോക്കാരനെ കണ്ടാലും ഇനി ലക്ഷറി കാറിൽ പോകുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ആരോടും പ്രസന്റ് ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റി ആണല്ലോ. കാരണം ആ ആൾക്കാര് ഇത്രയും ക്ലിയർ ആയിട്ട് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാം അല്ല ലോസ് ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റുന്ന എന്ത് ബിസിനസ് ആണല്ലോ, ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന, ജസ്റ്റ് ഒരു ഫോൺ പിടിച്ചോണ്ടിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മൾ കൂടുതൽ ആൾക്കാരോട് ഷെയർ ചെയ്യുക. ആർക്കാണ് നീഡ് നിന്നും പറയാൻ പറ്റില്ല. പരിചയക്കാരെ മാത്രം നോക്കിയിരിക്കരുത്. പരിചയമൊന്നും ആവശ്യമില്ല. നീടുള്ള ഒരാളോട് തന്നെ പറഞ്ഞു കൊടുക്കാൻ പഠിക്കുക. ഇപ്പൊ നാളെയാണ് ഇനിയിപ്പോ നമുക്ക് പ്രസന്റേഷൻ ഉള്ളത്. നാളെ വൈകുന്നേരം വരെ ആൾക്കാർ പലപ്പോഴും നോക്കിയിരിക്കുന്നു. നാളെ വൈകുന്നേരം കയറാൻ പറയുമ്പോൾ അവർ കയറിയില്ല, കഴിഞ്ഞു. ഇനി എന്നാണ് അടുത്ത മീറ്റിംഗ് അവർ ചോദിക്കും. അടുത്ത വലിയ മീറ്റിംഗ്, എനിക്കറിയാം പല ആൾക്കാർ സ്വന്തമായിട്ട് പ്രസന്റേഷൻ നടത്തുന്നില്ലെന്ന് മാത്രമല്ല, ആരെങ്കിലും ചെറിയ പ്രസന്റേഷൻ ആണെങ്കിൽ ആള് കൂടുതലുള്ളിടത്ത് കൊണ്ട് കാണിക്കുള്ളൂ. അതിലൊന്നും കാര്യമില്ല. ആള് കൂടുതലുള്ളിടത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പേരൊക്കെ ഇതിനകത്തുണ്ടെന്നൊരു വിശ്വാസം വരും. പക്ഷെ നമ്മൾ പേഴ്സണലായിട്ട് നമ്മളൊന്ന് അത്യാവശ്യം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാനൊന്ന് പഠിക്കുക. അങ്ങനെയുള്ള അല്ലെ അടുത്തിരുന്ന ഒരാളെടുത്ത് ഓപ്പൺ ചെയ്ത് ബിക്കറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതേ നോക്ക്, ഞാൻ നോക്കുന്നത് ഇതിന്റെ പ്രോഫിറ്റ് ഇതാണ്, ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് നമ്മൾ ചെയ്തോണ്ടേ ഇരിക്കുക. അപ്പൊ ഇതിനകത്ത് നീഡി ആയിട്ടുള്ള ആൾ നമ്മുടെ അടുത്ത് വന്ന് വീഴും. അത് എപ്പോഴാന്ന് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റിയെന്ന്. കണ്ടിന്യൂസ് ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ ഞങ്ങളൊക്കെ തന്നെ കണ്ടിന്യൂസ് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ്? നമുക്കറിയാം നീഡിയ നമ്മൾ ഇതിനകത്ത് വരുന്ന പുതിയതായിട്ട് വരുന്ന ഏതെങ്കിലും ഒക്കെ നമ്മളെപ്പോലെ കുറെ ഭ്രാന്തന്മാർ ഈ ലോകത്ത് കാണുമല്ലോ. അങ്ങനെയുള്ള ഏതെങ്കിലും ഭ്രാന്തന്മാരൊക്കെ ഒന്ന് വരും, അവരിത് കൊണ്ട് പോകും. അതിനുവേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുമോ? നമ്മൾ ഇതേ പരിപാടി എന്നും ഇതേ ഇന്റൻസിറ്റി ചെയ്യത്തില്ല. ഒരു സാധനം ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതേ ഇന്റൻസിറ്റി ചെയ്യത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പം ഞാൻ എപ്പോഴും പറയാനുള്ള എക്സാമ്പിൾ, ഇപ്പൊ ചിറ്റലപ്പള്ളി കൊച്ചു ജോസഫ് അദ്ദേഹം വീഗാർഡിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇൻകം ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം വീഗാലാൻഡ് തുടങ്ങിയത്. വീഗാലാൻഡ് തുടങ്ങിയിട്ട് ആൾക്കാരെ അപ്രോച്ച് ചെയ്തിട്ട് ലോൺ കൊടുക്കാൻ പോലും ആരും തയ്യാറല്ല. കാരണം അദ്ദേഹത്തിനുള്ള വിഷൻ ഇവിടുത്തെ ബാങ്ക് മാനേജർക്കൊന്നും ഇല്ല. അതുകൊണ്ടാണ് മറ്റേ ആള് ബാങ്ക് മാനേജറായിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനാണ്. അതിന്റെ കാര്യം വിഷണറി, അതായത് നമ്മൾ ഇന്ന് ഇല്ലാത്തൊരു സാധനം കാണാൻ പറ്റുന്ന അവരാണ് വിഷണറി എന്ന് പറയുന്നത്. അല്ലാത്ത ആൾക്കാരൊക്കെ കച്ചവടക്കാരാണ്. അപ്പൊ വിഷൻ ഉണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ച് ഇല്ലാത്തൊരു സാധനത്തിന്റെ പുറകിൽ അവർ ബിൽഡ് ചെയ്ത് അവർക്ക് ഇത് നാളെ ഉണ്ടായി വന്നതിന്റെ ഒരു ഷേപ്പ് അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു ചിത്രം വരയ്ക്കുന്ന ഒരാള്, ആ ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിലാണുള്ളത്, അല്ലേ? അത് ആ മനസ്സിലുള്ള ചിത്രം പുറത്ത് നിൽക്കുന്നിടത്ത് നോക്കുമ്പോൾ ചുമ്മാ മെനക്കെട്ട് എത്ര നേരം ഇതും പിടിച്ചോണ്ട് നിൽക്കുന്നു, ബ്രഷും പിടിച്ചോണ്ട് നിൽക്കുന്ന തോന്നുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ചിത്രം ഉണ്ട്. ആ ചിത്രം വരച്ച് എടുത്തോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ആകുമ്പോഴായിരിക്കും അതിന്റെ കണ്ണും ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മളെ പോലെ ഒരാൾക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ എന്നാ ചെയ്തോണ്ടിരുന്നുള്ള എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ എപ്പോഴും ഒരു എന്റർപ്രണർ എന്ന് പറഞ്ഞാൽ അതാണ്. ഇല്ലാത്തൊരു സാധനം കാണാനും അത് ആ ഇല്ലാത്ത സാധനത്തിന്റെ ഷേപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ ഷേപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വരച്ച് ലാസ്റ്റ് കണ്ണ് വരയ്ക്കുമ്പോൾ ബാക്കിയുള്ളവർ അറിഞ്ഞാൽ മതി. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ ഇതിനെ കാണണം. ഇപ്പൊ ചിറ്റലപ്പള്ളിയൊക്കെ ആണെങ്കിൽ തന്നെ ഈ വീഗാലാൻഡ് തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ താമസം അങ്ങോട്ട് മാറ്റി. അവിടെ ഒരു ഷെഡ് പണിത് അങ്ങോട്ട് താമസം വരെ മാറ്റി സ്റ്റോർ ചെയ്യാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് എത്ര എസ്റ്റാബ്ലിഷ് ആയിട്ട് ഒരാളും പുതിയൊരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ തന്നെ എയർലൈൻസ് അംബാനിയൊക്കെ ഓരോ പ്രൊജക്ട് അനൗൺസ് ചെയ്യുന്നു. അവര് പുതിയൊരു പ്രൊജക്ടുകൾ എത്ര എണ്ണം അവർ അനൗൺസ് ചെയ്യും. പക്ഷെ ആ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകിൽ അത് ഒരു തട്ടേ കയറ്റുക എന്ന് പറയും. അതൊരു പർട്ടിക്കുലർ ലെവൽ എത്തുന്നിടം വരെ അവരതിന്റെ പുറകിൽ തന്നെ നിൽക്കും. എന്ന് പറയുന്ന പോലെ നമ്മൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഇത് വളരും. ഏതൊരു കാര്യവും അത്രയേ ഉള്ളൂ. സാധാരണ ആൾക്കാർക്ക് ആ ഒരു വിഷനും ആ കൺസിസ്റ്റൻസിയും ആ പെർസിവറൻസും പലപ്പോഴും കാണിയല്ല. നമ്മൾ കൺസിസ്റ്റന്റ്ലി പെർസിസ്റ്റന്റ് ആയിരിക്കണം. അതായത് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഓക്കെ ഇത് കൊള്ളാം, ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒത്തിരി ആൾക്കാർക്ക് ഈ സാമ്പത്തിക പ്രശ്നമുണ്ട്, കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നിവൃത്തിയില്ല, പുറത്തു പോയി വർക്ക് ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്നില്ല, ഇനി അഥവാ ഇനി ജോലിക്കോ ബിസിനസ്സിനോ പോയാലും ഇന്നത്തെ സാഹചര്യത്തിൽ ജോലിക്കും ബിസിനസ്സിനും ഒന്നും ഒരു സ്റ്റെബിലിറ്റി ഇനി പറയാൻ പറ്റില്ല. നാളെ ടെക്നോളജി എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് ഈ ടെക്നോളജി പഠിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമുക്കും ഇൻകം ഉണ്ടാക്കാം, നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവർക്കും ഇൻകം ഉണ്ടാക്കാം. ഓക്കെ, ദിസ് ഈസ് സംതിങ് ഡിഫറെന്റ്, ഓക്കെ എന്ന് നമ്മൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇതിനകത്ത് ഒരു ദിവസം ആരെങ്കിലും വന്ന് വീഴും, അവൻ ഇത് കൊണ്ട് പോകും. നമ്മൾ പോലും സ്റ്റോപ്പ് ചെയ്താൽ അവർ സ്റ്റോപ്പ് ചെയ്യാത്ത തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ടീമിൽ വരും, അവരിത് കൊണ്ട് പൊക്കോളും. ആ ഒരു ആളെ സെർച്ച് ചെയ്തോണ്ടേ ഇരിക്കുക, ആരാണെന്നോട്ട് അറിയാനും മേല. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഒരു പോലീസ് ഓഫീസർ കള്ളനെ പിടിക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുക, നമ്മുടെ മുമ്പിൽ വരുന്നവനെ ചെയ്യുക. അത് മാത്രമേ മാർഗമുള്ളൂ. എന്ന് പറയുന്ന പോലെ നേരത്തെ പിടിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും തളരരുത്. നമ്മൾ ചിലപ്പോൾ റിസൾട്ട് ഏത് വലിയ കാര്യങ്ങളും നമ്മൾ ഇതുവരെ ഞാൻ 2 മാസം ആയല്ലോ വിചാരിച്ച
അത്ര ഇതുണ്ടായില്ലല്ലോ എന്ന്. അതൊന്നും ഉണ്ടാകത്തില്ല. ഒരു കാര്യം നമ്മൾ വിചാരിക്കുന്നുണ്ടെന്നല്ലോ പോകുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാവും. അതിന്റെ പുറകിൽ നിന്ന് കിട്ടിയിട്ടേ മാറാവുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൊച്ചു കുട്ടികൾ ടോയ്സിന് വേണ്ടി വഴക്ക് പിടിക്കുന്ന പോലെ നിൽക്കുക, എന്നാലേ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നത് ശൂന്യതയെന്ന് അച്ചീവ് ചെയ്യുന്നത്. നമ്മൾ വലിയ ലക്ഷങ്ങളോ കോടികളൊന്നും മുടക്കിയിട്ടില്ലല്ലോ. നമ്മൾ അന്നേരം ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നുമുണ്ട്. ബാക്കി ടീം ബിൽഡ് ചെയ്യുന്നതിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. ടീം ബിൽഡ് ചെയ്യുന്നതിൽ വലിയ അസറ്റുകൾ ഉണ്ടാകുന്ന ടീം ബിൽഡ് ചെയ്താലാണ്. നമ്മൾ മറ്റേതിനകത്ത് മോശം എന്നല്ല, ട്രേഡ് ചെയ്തതിൽ നമുക്ക് നല്ല നാട്ടിലെ എന്തിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഇൻകം നമുക്ക് ട്രേഡ് ചെയ്താൽ കിട്ടും. പക്ഷെ ടീം ബിൽഡ് ചെയ്യാനുള്ള നമുക്ക് സാധിച്ചാൽ നമ്മൾ ഇതിനകത്ത് ട്രേഡിങ്ങിനകത്ത് വരുന്ന ഇൻകം നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. മറ്റേ അൺലിമിറ്റഡ് ആണ്. ട്രേഡ് ചെയ്ത് ഉണ്ടാക്കുന്ന നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പൊ അല്ല ഇന്നലെ എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല, ഇന്നലെ വരുമാനമൊന്നുമില്ല, ഓക്കെ ഫൈൻ. അതേ സ്ഥാനത്ത് ടീം ബിൽഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നാളെ നമ്മൾ പനി പിടിച്ച് കിടന്നാലും ഇവിടെ ഇങ്ങനെ സൈഡിൽ ഒരു അസറ്റ് വളർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മരങ്ങൾ നടുന്ന പോലെയാണ്. നമ്മൾ മരങ്ങൾ നട്ടാൽ നമ്മൾ ആദ്യം നട്ട് വേര് പിടിപ്പിച്ച് അതിനെ ഒന്ന് വളർത്തിയെടുക്കുന്നിടം വരെ കുറച്ച് എഫേർട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും മരം ആ സമയമാകുമ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം വലിച്ചെടുത്തോളും, വേനൽ ആകുമ്പോഴത്തേന് പൂത്തോളും കായ്ച്ചോളും, അത് അവിടെ നിന്ന് വളർന്നോളും. അതാണ് ടീം ബിൽഡ് ചെയ്താലുള്ള ഗുണം. നമ്മൾ പോലും അറിയാതെ ഒരു വലിയ അസറ്റ് വളർന്നു വന്നുകൊണ്ടിരിക്കും. മറ്റേത് നമ്മൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. രണ്ടിലും ഫോക്കസ് ചെയ്യുക. അപ്പോൾ ടീം ബിൽഡ് ചെയ്യുന്നതിൽ അതിശക്തമായിട്ട് എടുക്കുക. നാളെ മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മൾ തന്നെ ആൾക്കാരോട് പറഞ്ഞു കൊടുത്ത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ഏറ്റവും നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നതും. വേറൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ അവരുടെ സമയത്തിനനുസരിച്ച് നമുക്ക് മീറ്റിംഗ് ഫിക്സ് ചെയ്ത് അന്നേരം അല്ലെ പ്രസന്റേഷൻ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ സീനിയർ ആവശ്യപ്പെടുക, എന്നെ ഒരു 10-11 മണിക്കൊന്നും ഫ്രീ ആവും ഒരാളോടൊന്ന് പറഞ്ഞു കൊടുക്കാനാണ് തുടക്കത്തിൽ. പക്ഷെ എത്രയും പെട്ടെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പെർഫെക്ഷൻ നോക്കരുത്. അങ്ങനെ പെർഫെക്റ്റ് പ്ലാനിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥ ഇല്ല. കേൾക്കുന്നവന്റെ സമയം നല്ലതാണെന്നുണ്ടെങ്കിൽ അവന് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഇതിനകത്തെ കാര്യം. അല്ലാതെ നമ്മുടെ പ്രശ്നമല്ലത്. നമ്മൾ എത്ര മനോഹരമായിട്ട് പ്രസന്റ് ചെയ്താലും ആൾക്കാർ വരുന്നില്ലല്ലോ, എല്ലാവരും വരുന്നില്ലല്ലോ. അപ്പൊ അതൊരു പ്രസന്റേഷന്റെ പ്രശ്നമൊന്നും അല്ലത്. അവരുടെ സമയം അവരുടെ നീഡ് പറയാൻ പറ്റില്ല. അവര് ഇപ്പൊ കറക്റ്റ് ജോലി പോയി ഒരാളോട് നിങ്ങൾ അപ്രോച്ച് ചെയ്തോണ്ടിരുന്ന ഒരാൾ നോ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തൊരു മെസ്സേജ് ഇല്ലെന്ന്, അയാൾ ജോലി പോയി ഓഫീസിന്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ടൈമിലായിരിക്കും നിങ്ങളുടെ ഒരു മെസ്സേജ് ഇല്ലെന്ന്. ആ സമയത്ത് നോക്കിയാൽ എന്നാ ഇവൻ കുറെ പ്രാവശ്യം ആയാലും ഇതായിരിക്കുന്നത്, ഇത് എന്താണെന്ന് നോക്കിയേക്കാന്ന് വിചാരിക്കുന്നിടത്തുനിന്നായിരിക്കും അയാളുടെ നീഡാണ് ഡിഫറൻസ് ഉണ്ടാക്കിയത്. നിങ്ങളുടെ ആക്ഷൻ സെയിം തന്നെയായിരുന്നു, നമ്മുടെ ആക്ഷൻ സെയിം തന്നെയായിരുന്നു. പക്ഷെ മറ്റേ പുള്ളിയുടെ നീഡ് മാറി. നേരത്തേക്ക് കുഴപ്പമില്ലായിരുന്നു, ജോലി ഉണ്ടായിരുന്നപ്പോൾ അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. ജോലി പോയ മൊമെന്റിലാണ് നമ്മുടെ മെസ്സേജ് ഇല്ലെന്ന്, ആ മൊമെന്റിൽ പുള്ളി സീരിയസ് ആയി. ഇത്രയുള്ള കാര്യം. അപ്പൊ ഇത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റിയത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു ബിസിനസ്സുകാരന്റെ അവസ്ഥ വലിയ ലെവലിലെത്തി. ഞാൻ പേര് മറന്നുപോയി. അങ്ങേരോട് ചോദിച്ചു, അങ്ങേരെ ജീവിതത്തിൽ പല അറ്റംപ്റ്റ് നടത്തി ഒത്തിരി എണ്ണം ഫെയിലിയർ ആയി. അതിനുശേഷമാണ് അദ്ദേഹം വളർന്നത്. പല വലിയ ആൾക്കാരും വളർന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ മോളിൽ കൂടെ പക്ഷി പറക്കുമ്പോൾ ആ പക്ഷിയെ പിടിക്കാൻ ഞാൻ ചാടിക്കൊണ്ടേയിരുന്നു. ആ ചാടിക്കൊണ്ടിരുന്ന സമയത്ത് പക്ഷി വന്നപ്പോൾ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു. അപ്പം മറ്റേ ആള് ചോദിച്ചു, അപ്പൊ പക്ഷി എപ്പോഴാ വരുന്നതെന്ന് എങ്ങനെയാ അറിയുന്നത്? അപ്പൊ അതിനനുസരിച്ച് മറ്റേ പുള്ളിക്കും ചാടാനാ, ഷോർട്ട് കട്ടാണല്ലോ ആൾക്കാർ ചോദിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, പക്ഷി എപ്പോഴാ വരുന്നത് എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ചാടിക്കൊണ്ടേയിരുന്നു, പക്ഷി വന്നപ്പോ എന്റെ കൈ കിട്ടി. ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അതായത് നമുക്കറിയില്ല ആരാണ് നമ്മുടെ കൂടെ വന്നിട്ട് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയില്ല. ചാടിക്കൊണ്ടേ ഇരിക്കുക. ഈ ചാടിക്കൊണ്ടേ ഇരിക്കുന്നതിനിടയിൽ ആരെങ്കിലും വന്ന് വല വീഴും, അയാൾ ഇത് കൊണ്ടുപോകും. അയാൾ നമ്മൾ പോലും സ്റ്റോപ്പ് ചെയ്താൽ അയാൾ സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാൻ വേണ്ടി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് എടുത്തോണ്ടേ ഇരിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ചെയ്തോണ്ടേ ഇരിക്കുക. ചെയ്യുന്ന സമയം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ഓഫ് ഓൺ ചെയ്തോണ്ടിരിക്കരുത്. ഇന്ന് ഓണാണ്, നാളെ ഡൗൺ ആണ്, നാളെ ഓൺ ആണ്. ECG ഗ്രാഫ് പോലെ പോകരുത്. നമ്മൾ ഒരു സാധനം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് അതിനു മുമ്പ് എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ സംശയങ്ങളൊക്കെ ഉണ്ടാവാം. നമ്മൾ ബോധ്യപ്പെട്ടു, ഓക്കെ ഇത് സംഭവം ആൾക്കാർ കാരണം ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പോകണ്ട, ഈ സംഭവങ്ങളൊന്നുമില്ല, ഉള്ള അസറ്റ് നമ്മുടെ തന്നെയാണ് ഇരിക്കുന്നത്, 24 മണിക്കൂർ വേണേൽ ചെയ്യാം, ജീവിതകാലം മുഴുവൻ ചെയ്യാം, വയ്യാതെ വന്നാലും നാളെ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഡീമോട്ടിവേഷൻ ഒക്കെ ഏത് ലെവലിലും വരും. അത് അംബാനിക്കും വരും, ബിൽഗേറ്റ്സിനും വരും. അവരത് തിരിച്ചപ്പാക്കാനുള്ള മെക്കാനിസം അവർ തന്നെ കണ്ടുപിടിക്കും. ഒന്നേ അവരെക്കാൾ എനർജി കൂടിയ ഒരാളെ ഫോൺ ചെയ്യും. അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ അതിനൊരു മെക്കാനിസം കണ്ടുപിടിക്കണം. ചില സമയത്ത് എല്ലാവർക്കും ഏത് ലെവലിലും ഡൗൺഫോൾ ഉണ്ടാവും. മൈൻഡല്ലേ ഇടയ്ക്ക് ചില സമയത്ത് എപ്പോഴും ഇങ്ങനെ ഗ്രാഫ് മുകളിലേക്കൊന്നല്ല നിൽക്കുന്നത്. പക്ഷെ ചില സമയത്ത് നമുക്ക് ഡീമോട്ടിവേഷൻ ഉണ്ടാവാം. അപ്പൊ നമ്മളെക്കാൾ എനർജി കൂടിയ ആളെ വിളിച്ചൊന്ന് ഫോൺ വിളിച്ചാൽ ചിലപ്പം 10 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അത് മാറും. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും, എല്ലാ ലെവലിലും ഇങ്ങനെയൊക്കെ തന്നെയുണ്ട്. അപ്പൊ അത് നമ്മള് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് മാത്രമല്ല, നമുക്ക് ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനോ ഒന്നും സ്കോപ്പില്ല. നമ്മളൊരു വലിയ ലൈഫിലൊരു വലിയൊരു യുദ്ധത്തിലാന്ന് വിചാരിക്കുക.
ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ യുദ്ധം ജയിക്കില്ല എന്നുള്ളൊരു ലാസ്റ്റ് നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഷോട്ട് അടിച്ചിരിക്കണം. അതിനകത്ത് നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവരുത്. വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവരുത്, അയ്യോ ഞാനൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ തന്നെ നമുക്ക് മാർക്ക് ഇടുന്നതാണ് ഏറ്റവും വലിയ സക്സസും ഫെയിലിയറും ഉണ്ടാകുന്നത്. നമ്മൾ ലൂസറാണ് അല്ലെ നമ്മളൊരു പരാജയമാണെന്ന് നമ്മുടെ ഉള്ളിൽ പറയുന്നതാണ് ഏറ്റവും വലിയ അപകടം. മറ്റുള്ളവൻ പറയുന്നതൊന്നും പ്രശ്നമൊന്നുമില്ല. മറ്റുള്ള ആൾക്കാർ പറയാൻ തന്നെ ഇരിക്കുന്നത്, അവർ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും വീണ് കിട്ടാൻ വേണ്ടി ജനം നോക്കിയിരിക്കുകയാണ്. ഏതെവരെങ്കിലും ഒന്ന് വീണ് കിട്ടിയാൽ അതിനെ ആസ്വദിക്കാൻ വേണ്ടിയാണ് പബ്ലിക് ഇരിക്കുന്നത്. ഒന്നും പണിയെടുക്കാതെ ഈ വേർപ്പിന്റെ അസുഖമുള്ളവനൊക്കെ ചുമ്മാ ഇരിക്കുകയാണ്. ആരെങ്കിലും വീഴുന്ന ആസ്വദിക്കാൻ വേണ്ടി ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഫെയിലിയർ അല്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഒരാളായിട്ട് മാത്രമേ നമ്മളെ റേറ്റ് ചെയ്യാവുള്ളൂ, നമ്മളെ കാണാവുള്ളൂ. നമ്മളെ സ്ക്രീനിൽ കാണണം. നമ്മൾ സ്ക്രീനിൽ ഇരിക്കുന്ന ഓഡിയൻസ് ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുന്ന വിഷ്വലൈസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ജീവിതത്തിൽ വിജയിക്കും. അതായത് നമ്മൾ സ്ക്രീനിൽ വരാൻ പോകുന്ന ആള്, മറ്റവരൊക്കെ ഓഡിയൻസിന്റെ കൂടെയുള്ള ആൾക്കാരല്ല. അവർ പറയാനിരിക്കുന്നവരെ അവർ പറഞ്ഞോട്ടെ, അതിനൊന്നും നമ്മൾ ഉത്തരം കൊടുക്കണ്ട. അന്നേരം ഒന്നും ഉത്തരം കൊടുക്കണ്ട. ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ വിജയിച്ചാൽ അവർ കൈയടിക്കും, നമ്മൾ മൂക്ക് കുത്തി വീഴുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ ചെരിപ്പറിയും. ഇത് രണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്താൽ മതി. ഏറ്റവും സക്സസ് ആയ ആൾക്കാരെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ ആൾക്കാർ കളിയാക്കും, വിജയിച്ചു കഴിയുമ്പോൾ പറയും അവൻ മിടുക്കനാ, പണ്ടേ ചെറുപ്പത്തിൽ അമ്മാവൻ പറഞ്ഞിരുന്നു അവൻ മിടുക്കനാന്ന് പറയും. ഇത്രയേ ഉള്ളൂ കാര്യം. അതിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് എടുക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ഏറ്റവും ലളിതമായിട്ട് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഇന്ദിരകുമാർ സാറിന് താങ്ക് യു പറഞ്ഞ് സെഷൻ അവസാനിപ്പിക്കാം. താങ്ക് യു സാർ. Thank you, sir. താങ്ക് യു സാർ. താങ്ക് യു all. താങ്ക് യു സർ.